ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിലെത്തിയ ഇവരുടെ വിസ സ്റ്റാമ്പ് ചെയ്ത ശേഷം കമ്പനി അധികൃതർ എന്ന് അവകാശപ്പെട്ട ചിലർ ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തുടർന്ന് ഇവരെ എത്തിച്ചത് മ്യാൻമറിലാണ്. ഡാറ്റ എൻട്രി ജോലിക്കായാണ് ഇവർ എത്തിയതെങ്കിലും ഡാറ്റ ചോർത്തിക്കൊണ്ട് പണം തട്ടുന്ന ജോലിയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും നിയമവിരുദ്ധമായ കാര്യങ്ങൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് ചെയ്യിക്കുന്നതെന്നുമാണ് ഇവർ പറയുന്നത്. ഇവിടെ സ്കാമിംഗ് ആണ് ജോലി, ആളെ പറ്റിക്കുന്ന പണിയാണ്. ഇല്ലീഗൽ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 12-14 മണിക്കൂർ നമ്മളെ അവിടെ നിന്ന് ഏജൻസി ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളെ ഗൺപോയിന്റിലാണ് ഇതുവരെ കൊണ്ടുവന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇത്രയും നാളും പെട്ട് കിടക്കുമായിരുന്നു. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി തായ്ലാന്റിൽ ഒഴിവുകൾ പരസ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും ഇത് ചതിക്കുഴിയാണെന്നും ഇവർ വ്യക്തമാക്കുന്നു. വിവിധ ഏജന്റുമാർ മുഖേനയാണ് ഇവർ ജോലിക്കായി എത്തിയത്. ഇതിനായി 30,000 രൂപയോളം ഏജന്റുമാർ കൈപ്പറ്റി. ഏജന്റുമായി ബന്ധപ്പെട്ടപ്പോൾ $6,000 നൽകിയാൽ തിരികെ നാട്ടിലെത്തിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കാമെന്നാണ് മറുപടി ലഭിച്ചത്. ഇതേതാണ്ട് 4 ലക്ഷം രൂപയോളം വരുമെന്നും തങ്ങൾക്കിത് താങ്ങാൻ കഴിയില്ലെന്നും ഇവരുടെ ബന്ധുക്കളും പറയുന്നു. 10,000 രൂപ വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ ഡോളർ അവിടെ ചെന്ന് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അതിൻ്റെ പിറ്റന്ന് തന്നെ നമ്മളെ അക്കൗണ്ടിൽ ആ പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അതും നമുക്ക് കിട്ടിയില്ല. അവൻ ആഹാരവും ഇല്ല, വെള്ളവും ഇല്ല, അസുഖങ്ങളും കാര്യങ്ങളുമായിട്ട് കിടക്കുന്നു. നമ്മളിവിടെ നിൽക്കുന്നത് നമുക്ക് ഒന്നും അറിയാൻ വയ്യ. എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. സൈനിക അധിനിവേശ മേഖല ആയതുകൊണ്ട് തന്നെ ഇവരുടെ ജീവന് യാതൊരു ഉറപ്പുമില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഓഗസ്റ്റ് 3-നാണ് നിതീഷ് ഇവിടെ എത്തുന്നത്. ഓഗസ്റ്റ് 14, 15 തീയതികളിൽ ബിനോയ്, ജുനൈദ് എന്നിവരും ഇവിടെ എത്തി. തങ്ങളെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും കൂടുതൽ പേർ ചതിക്കുഴിയിൽ വീഴരുതെന്നും ഇവർ പറയുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് ചതിച്ച ഏജന്റുമാർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവരിൽ പലരുടെയും കുടുംബങ്ങൾ. ഒപ്പം മക്കളെ തിരികെ എത്തിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെയും വിദേശകാര്യ വകുപ്പിന്റെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് ബന്ധുക്കൾ. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.